എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാരുടെ ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Pentacles, Queen of Pentacles, Queen of Cups, Knight of Swords, Hierophant Energy and Strength കാർഡാണ് വന്നിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾക്ക് ഫലം, അതായത് പ്രതിഫലം ലഭിക്കുന്ന, അതായത് ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. പിന്നെ ബിസിനസ്സൊക്കെ അടുത്തിടയ്ക്ക് തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ്സിനും പുരോഗതി ഇല്ലാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്ക് ബിസിനസ്സിലൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ കൂടിയും വലിയ ലാഭമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ അതിനൊക്കെ മെച്ചമുണ്ടാകുന്നുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങി ലാഭമൊക്കെ വന്ന് തുടങ്ങിയിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭം ലഭിക്കുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ ഫണ്ടിങ്ങിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിദേശ രാജ്യത്തു നിന്നൊക്കെ ഫണ്ടിങ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വിദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദേശ ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ചില ആളുകൾ നിങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് ആളുകളെ കയറ്റി അയക്കുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾ, അത് ഒരുപക്ഷെ പഠിക്കുന്നത് വേണ്ടിയിട്ടായിരിക്കാം, സ്റ്റുഡൻറ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ ജോലി സംബന്ധമായിട്ടോ മറ്റൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് അവരെ മുന്നോട്ടേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് വിദേശത്ത് ചെയ്യുന്നവരായിരിക്കാം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലോ ഗൾഫ് രാജ്യങ്ങളിലോ അഥവാ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ബിസിനസ്സിനുള്ള അവസരം വരുന്നുണ്ട്. അതേപോലെ ഓൺലൈൻ ബിസിനസ്സുകൾക്കും സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം മെച്ചം, അതായത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സാധ്യതയുള്ള ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് ഇതുവരെയുള്ള രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കൂടുതലും സാധ്യതകൾ ഏറി നിൽക്കുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച്, ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് സാധ്യതകൾ ഏറി നിൽക്കുന്നതായിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മാസം പൊതുവിൽ അതായത് ഒറ്റയ്ക്കുള്ളവർ സപ്പോർട്ട്, ചുറ്റും സപ്പോർട്ട്, ഇപ്പോൾ പാരന്റ്സോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവര് പാരന്റ്സിനോടൊപ്പം നിൽക്കുന്നവർ, പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് സഹകരണം ഒന്നുമില്ലാത്തവർ, അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടുള്ളവരോ ഡിവോഴ്സിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുള്ളവർ, അധികം ചുറ്റുപാടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്കൊരു കൈത്താങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടോ ഒരു സഹകരണമോ ഒന്നും ഇല്ലാത്ത ആളുകൾ ചുറ്റുമില്ലാത്തവരെ സംബന്ധിച്ച് കൂടുതൽ ഉയരാൻ പറ്റിയ സമയമാണ്. ഒരു എംപവർമെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടുന്ന വിജയം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാസത്തിൽ സാധ്യമാകുന്നത്. അതേപോലെ സിംഗിൾ പാരന്റ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് കുടുംബജീവിതം അല്ലെങ്കിൽ കുട്ടികളെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. പൊതുവെ പറയാൻ നിങ്ങൾ ജോലി സംബന്ധമായിട്ടല്ലാതെ തന്നെ, അതായത് ജോലി നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലാതെ അത് പീപ്പിൾസ് മണി സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള സ്വത്ത് വകകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതാവാം സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു സെൽഫ് മെയ്ഡ് എനർജിയാണ്. സ്വയം എന്തും നേടിയെടുക്കുന്ന സ്വന്തമായിട്ടുള്ള ഇതിൽ നിന്ന് നേടിയെടുക്കുന്നതായിരിക്കും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ തന്നെ നിങ്ങളായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിലും പല വഴികളിലൂടെ നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുടുംബ സ്വത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ എന്തെങ്കിലും ലോട്ടറി ചില ആളുകൾക്ക് ലോട്ടറി സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലാഭമോ അല്ലെങ്കിൽ ലക്കി കൂപ്പൺ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിജയ സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്
എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും സാധ്യതകൾ ജോലി, അതായത് 9 to 5 ജോബ് ചെയ്യുന്നവരെക്കാൾ മികച്ചതായിട്ട് നിൽക്കുന്നത് മറ്റു തരത്തിലും സ്ഥിര വരുമാനം ഇല്ലാത്തവരോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെയൊക്കെയാണ് കൂടുതലായിട്ട് നല്ല സമയം കാണിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ മാനസികമായിട്ട് ഒത്തിരി സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കുമെന്ന് പറയാം. കാരണം ഈ ഒരു മാസം പൊതുവേ നിങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് കുടുംബത്തിലാണെങ്കിലും പ്രശ്നങ്ങൾ, വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവിടെ വഴക്കുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ പറയാനുള്ള ഒരു കാര്യം, അതിനർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ദിവസം വഴക്കിടുന്ന ഒരു ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വഴക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഇനിയിപ്പോ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് അവർ അതേപോലെ തന്നെ അവർക്കൊരു മാറ്റമില്ലാതെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ പൊതുവെ ചെയ്യുന്ന പോലെ അവർക്ക് മറുപടി കൊടുക്കാനോ അതിനോ തിരിഞ്ഞു നിന്ന് സംസാരിക്കാനോ നിൽക്കുന്നില്ല. അതിനൊന്നും തൽക്കാലം സമയമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ, കാരണം നിങ്ങൾക്ക് അതിലുള്ളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ സമാധാനം എന്നുള്ളതാണ്. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതല്ല അത് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾ കുറച്ചുകൂടി മെച്യൂറായിട്ട് ചിന്തിക്കുക, നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം കെടുത്താൻ നോക്കുമ്പോൾ അതിന് മുഖവിലയ്ക്ക് എടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ രീതിക്കും അനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രണയം കാണിക്കുന്നുണ്ട്. അപ്പൊ പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ആളുകൾ പ്രണയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക, അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിക്ക് പുറകെ നടന്ന് ശല്യം ചെയ്ത് പ്രണയം ഇല്ലാത്തവരെ കൂടി പ്രണയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലാതിരുന്നിട്ടും ആ വ്യക്തിയോട് ഇഷ്ടം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിർത്തിയ, കാരണം നിങ്ങൾ ഒക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, പുറകെ നടക്കുകയാണെങ്കിലും അങ്ങനെ ഒരു വ്യക്തിക്ക്, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ജെനുവിനായിട്ടൊരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് മാനസികമായിട്ടൊരു അടുപ്പമില്ല. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്തിലേക്കെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നതും സൂചിപ്പിക്കുന്നത്. അതായത് എടുത്തു ചാടി തീരുമാനം എടുക്കുന്നത്, പ്രത്യേകിച്ച് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട്, നിങ്ങളുടെ സ്വന്തം ചിന്തയ്ക്ക് അനുസരിച്ചിട്ടില്ല, മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ഒരു രീതി കാണുന്നത് കൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഹെയർഫാൻഡ് എനർജിയാണ്. നിങ്ങളുടെ അതായത് സോഷ്യൽ ലൈഫും പുറത്ത്, അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫഷണൽ അല്ലാതെ പുറത്തുള്ള ജീവിതം, സൊസൈറ്റിയിൽ നിങ്ങളുടെ ഒരു വ്യക്തിത്വം അത് വളരെ ഉയരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരോടുള്ള സംസർഗവും രീതിയും സംസാരവും, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലബിന്റെയോ എന്തെങ്കിലും ഒരു NGOയുടെ ഒക്കെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് അതിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കൈസഹായം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർക്കും നിങ്ങൾ സഹായം നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെങ്ങനെ സന്തോഷം, സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ ഒരു സന്തോഷം വരുന്നു, അതിലൂടെ നിങ്ങൾ കൂടെ നിൽക്കുന്നവരെയും ചേർത്ത് പിടിക്കുകയും ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ വളരെയധികം പക്വതയോട് കൂടിയിട്ട് പൊതുവെ കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു സാഹചര്യമാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ ഒരു മാസം മുന്നോട്ടേക്ക് പോകും തോറും ഒക്കെ നിങ്ങളുടെ പെരുമാറ്റവും രീതിയും ഒക്കെ വളരെ മിതമായിട്ടുള്ള സംസാരങ്ങളും പക്വതയോട് കൂടിയിട്ടുള്ള പെരുമാറ്റങ്ങളും ഒക്കെ നിങ്ങളിൽ ഉള്ള മാറ്റമായിട്ട് കാണുന്നുണ്ട്.
ഇനി നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു മാസം നിങ്ങൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ ആരാധിക്കുക. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ നിങ്ങൾ പ്രത്യേകം ആരാധിക്കുന്നത് നിങ്ങളുടെ, അതായത് ഇവിടെ ഒരു നിങ്ങളുടെ എനർജിയിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർ പറയുന്ന വാക്ക് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടരുതെന്ന്. മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാനും ട്രിക്സ്റ്റേഴ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ ചുറ്റും, പറ്റിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനും മറ്റുള്ളവരുടെ കള്ളത്തരത്തിൽ വീണു പോകാതിരിക്കാൻ പ്രത്യേകം മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ ആരാധിക്കുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നല്ലത് തന്നെയായിരിക്കും. വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രവും സന്ദർശിക്കുക എന്നുള്ളത് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.